ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, ഇന്നൊരു കിടിലം പോലത്തെ ഒരു സ്കോഡ് റാങ്ക്ഡ് മാച്ചാണ് കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. എന്തായാലും ഗൈസ്, എൻ്റെ സ്കോഡിൻ്റെ കൂടെ ഞാൻ കളിക്കുന്നത് സിജോ ചേട്ടൻ, ഞാൻ, സരസു, പീനട്ട്, ഞങ്ങൾ എല്ലാം കൂടെ കളിക്കുന്ന ഒരു കിടിലം പോലത്തെ ഒരു മാച്ചാണ് നിങ്ങളിന്ന് കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഓരോ ദിവസവും നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്. സോ അതിനൊരു അപ്രിസിയേഷൻ പോലെ നൈസായിട്ട് ഗൈസ് നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുകയും അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുവാണെങ്കിൽ എനിക്ക് ഇനി വീഡിയോ ഇടാൻ വേണ്ടിയിട്ടല്ലോ കുറച്ച് മോട്ടിവേഷനൊക്കെ കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ കാര്യം കയറിട്ടൊന്ന് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അത് മാത്രമല്ല കേസ്, ആഴ്ചയിൽ 3 ദിവസമൊക്കെ നിങ്ങൾക്ക് നമ്മുടെ ചാനലിലെ വീഡിയോ ഹൈപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അത് വേറെ എവിടെയും പോയി തീർക്കാതെ നൈസായിട്ട് കേസ് നമുക്ക് തന്നെ ഒരു ഹൈപ്പ് പോയിന്റ് ഒക്കെ തന്നിട്ട് മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ചായിരിക്കും നമ്മുടെ ചാനൽ ഇനിയും വീഡിയോ വരാൻ വേണ്ടി പോകുന്നു കേട്ടോ. പിന്നെ കേസ് നിങ്ങൾക്കറിയാലോ, ഞാൻ എൻ്റെ ഓരോ ദിവസത്തെ വീഡിയോയ്ക്കകത്തും ഞാൻ എൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മാത്രമല്ല, ഓരോ ദിവസത്തെ വീഡിയോ ഞാൻ തന്നെ ഇന്ന് കാണുന്ന സമയത്ത് ഞാൻ വിചാരിക്കുന്നുണ്ട്, ഓക്കെ എങ്ങനെയാണ് ആദ്യം ഉണ്ടായിരുന്നത്, ഇപ്പോൾ എന്ത് നന്നായിട്ടാണ് അവൻ കളിക്കുന്നത് എന്ന് ഞാൻ ശരിക്കും ഇവാലുവേറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. എന്നെ പോലെ കേസ് എൻ്റെ ഈ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങളും കാണുന്ന ആൾക്കാരല്ലേ. സോ അതുകൊണ്ട് എൻ്റെ ഇപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് എങ്ങനെയുണ്ട്, നന്നായിട്ട് തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്, എൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ ഗ്രാഫ് മേളിലേക്ക് തന്നെയാണോ പൊയ്ക്കൊണ്ടിരിക്കുന്നത്, അതോ താഴേക്ക് തന്നെ കുത്തനെ വന്നുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ ഉണ്ടല്ലോ. നിങ്ങൾ തന്നെ മാക്സിമം ഉണ്ടല്ലോ ഒന്ന് നോക്കിയിട്ട് കമൻറ്റായിട്ട് അറിയിക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ ചെയ്യുന്ന കമൻറ്റിലൂടെയാണ് ഞാൻ ഓരോ ദിവസവും ഓരോരോ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത് കേട്ടോ. അതിന് ഇതിനു മുമ്പത്തെ എല്ലാ വീഡിയോ നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. നിങ്ങളുടെ കമൻറ്റ് ഞാൻ അത്രയും വാല്യൂ തരുന്നതായിരിക്കും. ഇപ്പോഴൊക്കെയാണെങ്കിൽ ഞാൻ എല്ലാ കമൻറ്റ് കുത്തിയിരുന്ന് വായിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് കാണുന്ന ആൾക്കാരും ലൈക്ക് ചെയ്യുന്ന ആൾക്കാരും ഒരു കമൻറ്റ് കൂടെ എന്തെങ്കിലും ഒരു കമൻറ്റ് കൂടി ഇടാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. നമ്മുടെ ചാനലിൽ എത്ര പേരൊക്കെ ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ടെന്ന് എനിക്ക് കൂടെ അറിയേണ്ടത്, അതിന് വേണ്ടില്ല കേട്ടോ. അപ്പോൾ കേസ് ബ്രഹ്മാശക്തി ഇറങ്ങിയിട്ട് അത്യാവശ്യം ലൂട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. SKS ഒക്കെ കിട്ടിയിട്ടുണ്ട്. SKS അതേപോലെ UMP ഒക്കെ കിട്ടിയിട്ട് നമ്മൾ നേരെ ഞാനും സരസും കൂടെ ഓടി വന്നിട്ടുണ്ടല്ലോ ആ ഒരു പീക്കിലേക്കാണ് കേട്ടോ. പീക്കിലേക്ക് വന്ന് നോക്കുന്ന സമയത്ത് അത്യാവശ്യം എനിമീസ് അവിടെ നിന്ന് ഫൈറ്റ് എടുക്കുന്നുണ്ടായിരുന്നു. കുറേ ഗ്ലൂ ആളൊക്കെ കാണുന്നുണ്ട്. അവന്മാരെ കയറി അടിക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ SKS പിടിച്ചിട്ട് ഈ പാലത്തിൽ ഈ ഒരു പാറയുടെ മണ്ടയ്ക്ക് നിൽക്കുന്നതിലേക്ക് നല്ല കിണ്ണം പോലത്തെ അടി കിട്ടി. ആ ഒരു അടിയും കിട്ടി നൈസിൽ മെഡിക്കറ്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് അവന്മാർ ഇപ്പോൾ അടിക്കാം എന്നൊക്കെ പറഞ്ഞ് തിരിച്ചു നോക്കുമ്പോഴത്തേക്കും സരസുവിൻ്റെ പണിക്ക് പോയി. സോ അതുകൊണ്ടുണ്ടല്ലോ അവൻ എൻ്റെ കൂടെ ഇല്ലെന്ന് എനിക്ക് മനസ്സിലായി. എന്നിട്ടും കേസ് ഞാൻ തളരാതെ ഉണ്ടല്ലോ ആ ഒരു സ്കാനറൊക്കെ ഇട്ടിട്ട് കൂടുതലുള്ള ടീമേറ്റ്സിനെ വിളിക്കുന്നുണ്ട്. ഇവിടെ കിടിലം പോലത്തെ പ്ലേയേഴ്സ് ഉണ്ട്. ഇവന്മാരെ വന്ന് അടിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം കില്ല കിട്ടുമെന്ന് പറഞ്ഞ് മോഹിപ്പിച്ചിട്ടാണ് അവന്മാരെ വിളിക്കുന്നത് കേട്ടോ. എന്തായാലും ഇവിടുത്തെ നിന്നിട്ട് നൈസർ കേസ് നോക്കുമ്പോഴത്തേക്കും രണ്ട് ടീം തന്നെ അങ്ങോട്ട് ഇങ്ങോട്ട് നല്ല കിടിലം പോലത്തെ ഒരു ഫൈറ്റ് ആയിരുന്നു. ആ ഫൈറ്റിനിടയ്ക്ക് കുമ്മനടിക്കാൻ വേണ്ടി പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടി പാറയുടെ മണ്ടയ്ക്ക് കയറി നിന്നിട്ട് നോക്കുന്നുണ്ട്. എവിടെ ആരെയും കാണുന്നില്ലല്ലോ. ഇതിനാണോ ഇത്രയും നേരം ഞാൻ ഓടിപ്പടച്ച് കയറി വന്നത്? ഷോ അതിൻ്റെ ടീമിനൂടെ പോയി കഴിഞ്ഞാൽ എൻ്റെ കില്ലിൽ എടുക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കും ഒരു കാട്ടുവാനാണ് നൈസായിട്ട് കേസ് ഓടിപ്പോയിട്ട് ആ ചെറിയ ഷെഡിൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അവനെ തന്നെ നോക്കുന്നുണ്ട്. അവൻ പുറത്ത് വരുന്ന എനിക്ക് നല്ല ഉറപ്പാണ്. ഏതായാലും SKS അല്ല കിടിലം പോലെ കേസ് സ്കോപ്പ് ചെയ്ത് അവനെ അടിച്ച് നോക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് നോക്ക് കേസ് വേറെ ലെവൽ കേട്ടോ. എന്തായാലും അതെടുത്തതിന് ശേഷം നോക്കുമ്പോഴത്തേക്കും അവൻ്റെ ടീമേറ്റ് വെറുതെ ഇരിക്കത്തില്ല, ചെക്കനെ തുറന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ചാടി കയറി ഓടി വരുമായിരുന്നു. പക്ഷേ കേസ് എൻ്റെ അടുത്തുള്ള ട്രിക്കി പവറാണ്. നേരെ കേസ് അവൻ വന്നപ്പോഴത്തേക്കുണ്ടല്ലോ ഞാൻ മാഞ്ഞിട്ട് അവനെ വെച്ച് നല്ല കിടിലം പോത്തിൽ അടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഹെഡൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. ഹെഡ് കാണാത്ത ആൾക്കാർ ജസ്റ്റ് അത് നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. എൻ്റെ കമൻറ്റ് ബോക്സ് വരുന്ന കൂടുതലും കമൻറ്റ് അതാണ്. അതായത് ജസ്റ്റ് ഇപ്പോൾ അത്യാവശ്യം ഒക്കെ കളിക്കുന്നൊക്കെ ഉണ്ട്, കില്ലെടുക്കുന്നുണ്ട്, നീ ഹെഡ് അടിക്കുന്നില്ലല്ലോ എന്നാണ് പറയുന്നത് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേസ് ഇത്ര നാളെ കില്ല് പോലും എടുക്കാൻ അറിയത്തില്ലായിരുന്നു. സോ ഈ ഒരു സമയത്ത് എനിക്ക് ഇനി ഹെഡും കൂടെ അപ്ഗ്രേഡ് കേസ് ഓരോ ദിവസം കഴിയുമ്പോൾ എൻ്റെ ഇമ്പ്രൂവ്മെൻറ്റും കാണാൻ വേണ്ടി പറ്റും. സോ നിങ്ങൾ കണ്ട് കുറച്ച് സെറ്റായി കഴിയുമ്പോഴത്തേക്ക് വിചാരിക്കും എൻ്റെ ഹെഡ് മാത്രമേ അടിക്കത്തുള്ളൂ എന്നൊരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഈ ഒരു സീരീസിൻ്റെ കുറേ ബ്രേക്ക് കഴിഞ്ഞ ശേഷം ഞാൻ വന്നതിന് ശേഷം ഞാൻ കളിക്കുന്ന ഗെയിം പ്ലേസിൻ്റെ ഫസ്റ്റ് ഗെയിം പ്ലേ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് ഞാൻ തന്നെ പറയുന്നുണ്ട്, ഒരു ഹെഡ് ഷോട്ട് പോലും ഇല്ലാതെ ഒരു മാച്ച് കംപ്ലീറ്റ് ചെയ്യുന്ന ചാലഞ്ച് ഉണ്ടെങ്കിൽ അതിൽ ഞാനായിരിക്കും കിങ് എന്ന് ഞാൻ പറയുന്നുണ്ട് കേട്ടോ. സോ അത്രയും കോൺഫിഡൻറ്റോടുകൂടി ആ ഒരു കാര്യം പറയണമെങ്കിൽ എന്തുമാത്രം ചാത്തനായിട്ടാണ് ഞാൻ ആ ഒരു സമയത്ത് കളിച്ചത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. സോ അത് വെച്ചിട്ട് കേസ് ആ ഒരു ഗെയിം പ്ലേ വെച്ചിട്ട് നിങ്ങൾ എൻ്റെ ഈ ഒരു മാച്ചസ് ഞാൻ മൈസൂർ കേസ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വിലയിരുത്തി നോക്കുക കേസ്. ഓക്കെ, ഏത് ഗ്രാഫ് അങ്ങ് മേളിലേക്ക് കുത്തനെ മേളിലേക്ക് ഇരുന്ന് കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും കേട്ടോ. അത്യാവശ്യം കേസ് 2 കില്ല് കാര്യങ്ങളൊക്കെ എടുത്ത് നൈസർ കേസ് പിന്നെ നമ്മൾ ലൂട്ടാൻ വേണ്ടി പോവാണ്. ഈ ലൂട്ട് ചെയ്യുന്ന സമയത്ത് പിന്നെയും ഞങ്ങളോട് പറയുന്ന കാര്യമുണ്ട്. അതായത് നമ്മുടെ വീഡിയോ കാണുന്ന സമയത്ത് പ്ലീസ് കേസ് ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അതേപോലെ എനിക്കറിയേണ്ട വേറൊരു കാര്യമുണ്ട്. നമ്മുടെ വീഡിയോയ്ക്കകത്ത് നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോസിനകത്ത് നിങ്ങൾക്ക് എന്താണ് കേസ് ഇഷ്ടം, നിങ്ങൾക്ക് ഇനി എന്താണ് വേണ്ടത് എന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുവാണെങ്കിൽ ഉണ്ടല്ലോ എനിക്കിനി പ്രോപ്പർലി വീഡിയോ ഇടാൻ വേണ്ടി കണ്ടിട്ട് നടക്കണ്ടല്ലോ. സോ അതിന് വേണ്ടിയിലാണ് കേട്ടോ. നിങ്ങൾക്ക് ചലഞ്ച് വീഡിയോ വേണോ, അതോ നിങ്ങൾ പറഞ്ഞ സ്കില്ലിനകത്ത് ഞാൻ ഗെയിം പ്ലേ കളിക്കണോ, അതോ സ്കോളോ വേഴ്സസ് സ്കോഡ് കളിക്കണോ, ഡിയോ വേഴ്സസ് സ്കോഡ് കളിക്കണോ, സോളോ കളിക്കണോ, അതോ നമ്മുടെ സ്കോഡിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ ഗെയിം പ്ലേ കളിക്കണോ, ഈ ഒരു കാര്യമൊക്കെ കറക്റ്റായിട്ട് പറയാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ ആദ്യമുണ്ടല്ലോ വിചാരിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനലിനകത്ത് തന്നെ ഉണ്ടല്ലോ ഒരു പോൾ ഇട്ട് നോക്കാം. അതായത് നിങ്ങൾക്ക് ഏത് ഗെയിം പ്ലേ ആണ് വേണ്ടത്, അത് ചലഞ്ച് വീഡിയോ ആണോ വേണ്ടത്, അതോ സോളോ വേഴ്സസ് സ്കോഡാണോ വേണ്ടത്, സ്കോഡായിട്ട് നമ്മുടെ കിടിലെ സ്കോഡിൻ്റെ കൂടെ കളിക്കുന്നതാണോ വേണ്ടത്, ഏതാ വേണ്ടതെന്ന് ഞാൻ നൈസിട്ട് കേസ് പോളൊക്കെ ഇട്ട് നിങ്ങളോട് ചോദിക്കണമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഞാൻ ടൈം കിട്ടിയില്ല. എന്തായാലും കഴിഞ്ഞ 2 ദിവസമായിട്ട് നമുക്ക് വീഡിയോസ് ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനിൽ ഞാൻ ഇരിക്കുമായിരുന്നു. അതുകൊണ്ട് പോളൊന്നും ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ അത് വഴിയെ റെഡിയാക്കാം കേട്ടോ. പിന്നെ വേറൊരു കാര്യം കൂടി എനിക്ക് അറിയേണ്ട കാര്യമുണ്ട്. അതായത് ഞാൻ ഈ ഗെയിം പ്ലേ കാണുന്ന സമയത്ത് തന്നെ എൻ്റെ കൂടുതലുള്ള സ്കോഡ് ബേസും കൂടെ കളിക്കുന്നുണ്ട് കേസ്. അവന്മാരോട് ഞാൻ റെക്കോർഡ് ചെയ്യാൻ പറയുന്നുണ്ട്. അവന്മാരുടെ POV കൂടെ നിങ്ങൾ കാണുന്ന കേസ് വേറെ ലെവലായിരിക്കും. അതായത്
ഞാനിപ്പോൾ ഈ ഒരു മാച്ചിനകത്ത് 10 കിലോ എടുക്കുന്നുണ്ടെങ്കിൽ കൂടെയുള്ള ആൾക്കാരും 10 കിലോ എടുക്കുന്നുണ്ട് കേസ്. നമ്മൾ ഈ ലോബി അങ്ങ് ഡോമിനേറ്റ് ചെയ്യുകയാണ്, മനസ്സിലായില്ലേ? അമ്മാതിരി ഗെയിം പ്ലേ ആണ് നമ്മുടെ കൂടെയുള്ള ആൾക്കാരും കൂടെ കളിക്കുന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവരുടെ കൂടെ ഗെയിം പ്ലേ കണ്ട് നിങ്ങൾക്ക് എൻജോയ് ആണെങ്കിൽ അതും കൂടെ കമൻറ്റ് ചെയ്യുക കേസ്. ഞാൻ അതും കൂടെ സെറ്റാക്കി തരാം. എൻ്റെ വോയിസിൽ അവരുടെ ഗെയിം പ്ലേ കാണുവാണെങ്കിൽ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടാതിരിക്കത്തില്ല, വേറെ ലെവൽ തന്നെയായിരിക്കും കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് കിടിലം പോലത്തെ വീഡിയോസും അതേ മീൻ നമ്മുടെ ഒരു വീഡിയോയ്ക്കകത്തുള്ള പല പല VOVസും അവന്മാരുടെ ഗെയിം പ്ലേയും ഓരോരോ ക്യാരക്ടർ സ്കില്ലിൻ്റെ എബിലിറ്റി എങ്ങനെ യൂസ് ചെയ്യണം, അതേപോലെ ഒരു ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ടീമായിട്ട് കളിക്കുന്നത്, എല്ലാ കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. പറ്റുവാണെങ്കിൽ ഞാൻ അതും കൂടെ എന്തായാലും അപ്ലോഡ് ചെയ്യാം കേട്ടോ. എന്തായാലും താഴേക്ക് വന്ന ടർഫിൻ്റെ സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് നോക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ഒരു സ്ക്വാഡ് അവിടെ നിന്ന് ഫൈറ്റ് എടുക്കുന്നുണ്ടായിരുന്നു. ഇരുന്ന് ലൂട്ടൊക്കെ എടുക്കുമായിരുന്നു കേട്ടോ. എന്തായാലും കേസ് നമ്മളുള്ള കാര്യം അവന്മാർക്ക് അറിയത്തില്ല. എന്തായാലും അവന്മാർ അവിടെ നിന്ന് ലൂട്ട് എടുക്കുന്ന സമയത്ത് കയറി അങ്ങ് അടിച്ച് കില്ലെടുക്കാൻ നോക്കുമ്പോഴത്തേക്കും ടീമേറ്റ്സ് ആ കില്ലുകളെല്ലാം എടുക്കുന്നുണ്ട്. ഒരുത്തരാണെങ്കിൽ നൈസ് ആയിട്ടുണ്ടല്ലോ ഫ്ലാങ്ക് ചെയ്ത് നമ്മളെ ചുറ്റിക്കറങ്ങി അടിക്കാനുള്ള പരിപാടിയായിരുന്നു കേട്ടോ. ഞാൻ നൈസായിട്ട് കേസ് ഇൻവിസിബിൾ ആയിട്ട് അവൻ്റെ മുമ്പിലേക്ക് പോയിട്ട് നൈസായിട്ട് കേസ് അവർ ഒറ്റയടിയായിരുന്നു മാഗ് വെച്ചിട്ട് അവനെ അടിച്ച് കംപ്ലീറ്റ് ആക്കി. അവൻ ജിറായുടെ തലമുടിയൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നു പന്നി. എന്തായാലും കേസ് ജിറായുടെ ആയതുകൊണ്ട് അവനെ ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ നിന്നില്ല. സോ അപ്പോഴത്തേക്ക് നോക്കുന്ന സമയത്ത് ഇറ്റാച്ചിയുടെ ഡ്രസ്സൊക്കെ ഇട്ട് ഓരോരുത്തർ നൈസായിട്ട് കേസ് ഉണ്ടല്ലോ ആ പാലമൊക്കെ കയറി പോകുന്നുണ്ട്. നമ്മുടെ ടീംമേറ്റിനെ അവിടെ അടിച്ച് നോക്കെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും അവൻ നമ്മുടെ ടീമിനെ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി ആ ജെല്ലിൽ കൂടി എത്തി വലിച്ച് കംപ്ലീറ്റ് ആക്കുമെന്ന് വിചാരിച്ച് നൈസായിട്ട് SKS വെച്ചിട്ടല്ല പ്രീഫർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തല പുറത്തിട്ട് കഴിഞ്ഞാൽ പട്ടേന്ന് അവൻ്റെ തലമണ്ട പൊട്ടി നിലത്ത് വീടിൻ്റെയായിരിക്കും കേട്ടോ. എന്തായാലും അങ്ങനെയൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. കാര്യം എനിമി ആണെങ്കിൽ അടിച്ചതിന് ശേഷം എനിക്ക് ആ കില്ല് വേട്ടെ ദിഗ്ല അവനെ റിവൈവ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ജീവനും കൊണ്ട് ഓടും. അവൻ ജീവൻ മാത്രം മതി എന്ന് പറഞ്ഞിട്ടാണ് അവൻ ഓടിയത് കേട്ടോ. ഈ ഒരു മാച്ചിനകത്ത് നോക്കുവാണെങ്കിൽ ഇപ്പോൾ 38 പേര് അലൈവാണ്. 7.4 റേറ്റിംഗ് ഉണ്ട്. 1800 കോയി നമ്മുടെ കയ്യിലുണ്ട്. 3 കില്ല് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വിഷയം 3 കില്ലായിരുന്നു. അതും SKSും ബാഗൊക്കെ യൂസ് ചെയ്തിട്ട് കേട്ടോ. പിന്നെ നമ്മുടെ കൂടെയുള്ള ആൾക്കാർ ആരൊക്കെയാണ് നിങ്ങൾ കുറേ ടൈം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് സ്കൂൾ കളിക്കുന്ന സമയത്ത് അത്യാവശ്യം കേസ് പെട്ടെന്ന് തന്നെ എന്താണ് മാച്ചൊക്കെ സെറ്റായിട്ട് കളിക്കാൻ വേണ്ടി വരുന്നുണ്ടല്ലോ. നമ്മുടെ കൂടെയുള്ള ആൾക്കാർ ആരൊക്കെയാണ് ചോദിക്കുന്നില്ല, നമ്മുടെ ഗിൽഡിലുള്ള ആൾക്കാർ തന്നെയാണ് കേട്ടോ. ഞാൻ എൻ്റെ ഗിൽഡിലുള്ള ആൾക്കാരോട് അല്ലാതെ ഞാൻ മാക്സിമം ഗെയിം കളിക്കാറില്ല എന്ന് തന്നെ പറയാം. കാര്യം വേറൊന്നും കൊണ്ടല്ല, എനിക്ക് കംഫോർട്ടായ ടൈമിൽ എനിക്ക് കംഫോർട്ടുള്ള ആൾക്കാരൊക്കെ കൂടെ കളിക്കുന്നതല്ലേ ഏറ്റവും നല്ലത്. സോ ഞാൻ നോക്കുന്ന സമയത്ത് ഇവരാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. കളിക്കാൻ കയറുന്ന സമയത്ത് ഇവർ തന്നെ വിളിക്കും. സോ അങ്ങനെ കളിക്കുന്നതാണ് കേട്ടോ. എൻ്റെ കൂടെ ഉള്ളത് സിജോ ചേട്ടൻ, സരസു, അതേപോലെ പീനട്ട് അവരൊക്കെയാണ് കേട്ടോ. പിന്നെ കേസ് മാച്ചിലേക്ക് നോക്കുന്ന സമയത്ത് ഓടി വന്ന് ഒരുത്തനാണെങ്കിലോ റിവ്യൂ ചെയ്യാൻ വേണ്ടി നോക്കുമായിരുന്നു. അവനെ അങ്ങ് അടിച്ചു. ബാക്കിൽ നിന്ന് ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഗ്ലൂ ആയിട്ടൊന്ന് വെയിറ്റ് ചെയ്തു. അവനാണെങ്കിലോ നമ്മുടെ അടുത്തേക്ക് റഷ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ റഷ് ചെയ്യുന്നവനെ കീറിയും കടിക്കാൻ ഒറ്റ മൈൻഡ് നോക്കുമ്പോഴത്തേക്കും അവനവിടെ നോക്കായി കിടക്കുന്നു. അവനെ ആരുടെ അടിച്ചേ? എന്തായാലും അവനോടെ കിടക്കട്ടെ. നൈസായിട്ട് നമ്മുടെ ടീമേറ്റിനെ അങ്ങ് റിവൈവ് ചെയ്യാം. സിജോ ചേട്ടൻ ഓൾറെഡി ഡൗൺ ആയിരുന്നു. സിജോ ചേട്ടനെ റിവൈവ് ചെയ്തു. വേറെ ലെവൽ നോക്കുമ്പോഴത്തേക്കും 5 കില്ല് നമ്മൾ ഈ ഒരു മാച്ച് സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വിഞ്ചസ്റ്ററൊക്കെ കിടക്കുന്നു. വേണ്ട കേസ് SKS മതി കേട്ടോ. SKS ഒന്ന് ചുറ്റി വെച്ച് അടിച്ച് കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഞാൻ ഈ ഒരു സമയത്ത് ആലോചിക്കുന്നുണ്ട്. ഞാൻ വെച്ചിരിക്കുന്ന സ്കില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു പച്ചയില്ല കേസ് ബഫ്, അതാണ് മേടിച്ച് വെച്ചിരിക്കുന്നത്. EP HP EP കൺവേർഷൻ, അതേപോലെ സോൺ ബഫ്, വെസ്റ്റ് അപ്ഗ്രേഡ് ചെയ്യുന്നത്, അങ്ങനത്തെ സാധനമുള്ള സാധനമല്ലേ കേസ്. ആ 300-600 കോയിനൊക്കെ കൊടുത്ത് അപ്ഗ്രേഡ് ചെയ്യുന്നത്, ഓരോ സ്ലോട്ട് അൺലോക്ക് ചെയ്തിട്ടാക്കുന്ന ആ ഒരു ഇതില്ലേ, ലോഡൗട്ടില്ലേ, അതാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ചുറ്റിക്ക് വെച്ചിരിക്കുന്നത് എനിക്ക് സിമ്പിളായിട്ട് അടിക്കായിരുന്നു. പക്ഷേ ചുറ്റിക്ക് വെച്ചിരിക്കുന്നത് നമ്മുടെ സ്കൂളിൽ സിജോ ചേട്ടനാണ് കേട്ടോ. എന്തായാലും അയാൾക്ക് കോയിൻ കൊടുത്തു കഴിഞ്ഞാൽ അയാൾ നൈസായിട്ട് അടിച്ച് തരും. സോ ഒന്ന് വെയിറ്റ് ചെയ്യാം. കോയിൻ കുറച്ച് സെറ്റ് ആയ ശേഷം എന്താണ് അടിക്കാന്നുള്ള മൈൻഡിലാണ് നമ്മളവിടെ നിൽക്കുന്നത് കേട്ടോ. തൊട്ടുമ്പിലേക്ക് നോക്കുമ്പോഴത്തേക്കും ഒരുത്തരാണെങ്കിൽ ഗ്ലൂ വാൾ കിട്ടാണ് പോയിട്ട് ഞാനാണെങ്കിൽ അല്ല സ്കൈലറിൻ്റെ ഒരു പവർ ഇല്ല കേസ്, അത് പിടിച്ച് ഞെക്കി. പക്ഷേ എന്താണെന്ന് അറിയത്തില്ല, ആ ഗ്ലൂ വാൾ പോയിട്ടുണ്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാനുണ്ടല്ലോ ആ ഒരു വെൻറ്റിമിഷൻ ിനകത്ത് മേടിച്ച ആ ഒരു സ്കൈലറിൻ്റെ പവറാണ്. അതിൻ്റെ പവർ എന്താണെന്ന് കറക്റ്റ് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ നൈസായിട്ട് പൊട്ടനെ പോലെ അവിടെ ഒരു സ്കൈലർ യൂസ് ചെയ്ത് തീർത്തത് കേട്ടോ. എന്നാലും കുഴപ്പമില്ല കേസ്. നമ്മളായിട്ട് നോക്ക് കംപ്ലീറ്റ് ആക്കി നമ്മൾ നേരെ 6 കില്ല് എടുത്ത് സോണിലേക്ക് കയറാനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും കില്ലൊക്കെ എടുത്ത് അവത്താൻ സെറ്റ് ആയിട്ടിട്ട് ഈ ഒരു സ്കോഡ് മൊത്തം ഉണ്ടല്ലോ ആ ഒരു സോണിൽ പെട്ട് തീരുന്ന അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ വേറെ ലെവലായിരിക്കും കേട്ടോ. ഏതായാലും അത് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ നേരെ ഉണ്ടല്ലോ അവൻ തന്നെ ഓടി സോണിലേക്ക് കയറാൻ വേണ്ടി പൊക്കോണ്ടിരിക്കുന്നത്. ഈ സോണിലേക്ക് കയറി പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ പീനട്ടിൻ്റെ ഒരു വായിന്ന് ഒരു വർത്താനം വന്നു കേസ്. അതെന്തെന്നറിയാമോ? അവൻ്റെ കയ്യിൽ മറ്റേ അവയ്ക്ക് ചെയ്യുന്ന സാധനം ഉണ്ടെന്ന്, ആ ചിപ്പ്. എൻ്റെ മോനെ അതും വെച്ച് അവൻ കൊച്ചുവെള്ളം മിണ്ടാണ്ടിരുന്നത് കേട്ടോ. എന്തായാലും എനിക്കത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ SKS നൈസായിട്ട് കേസ് അവയ്ക്ക് ചെയ്തു. അതിന് ശേഷം നോക്കുമ്പോഴത്തേക്കും എടാ എൻ്റെ കയ്യിലാണോ മറ്റേ ചുറ്റിയിരിക്കുന്നത്? ചുമ്മാ അതല്ല, സിജോ ചേട്ടൻ ഇത്ര നേരമായിട്ട് എനിക്ക് ചുറ്റി അടിച്ച് തരായിരുന്നു കേട്ടോ. സോ അവരൊക്കെ കൂടെയുള്ള ആൾക്കാരൊക്കെ എന്താണ് ശരിക്കും പ്രാകുന്നുണ്ടായിരിക്കും. ഇവൻ ചുറ്റി വെച്ചിട്ട് അടിച്ചൊന്നും തരുന്നില്ലല്ലോ. അവന്മാർ ചോദിച്ചില്ല കേസ്, ഉണ്ടായിരുന്നു ഞാൻ അടിച്ചു കൊടുത്തായിരുന്നു കേട്ടോ. തൊട്ടിപ്പോൾ നോക്കുമ്പോഴത്തേക്കും ഡ്രോപ്പിനെടുത്ത് തീർന്ന് ഒരു സ്കോഡ് നൈസായിട്ട് കേസ് ലൂട്ടുന്നുണ്ടായിരുന്നു. അവനെ നമ്മുടെ ടീമേറ്റ് നല്ല കിടിലം പോലെ ഫൈറ്റ് എടുക്കുന്ന സമയത്ത് ഞാൻ നൈസായിട്ട് കേസ് അവനെ ഷോർട്ട് റേഞ്ച് പോയി അടിക്കാനുള്ള മൈൻഡിൽ തന്നെ നിൽക്കുന്ന കാര്യം. ഒരുത്തരം നോക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അവനാണ് മെഡിക്കറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് മാഗ് വെച്ചടിച്ച് അവനെ നോക്കാക്കി മറ്റേ വണ്ടി എടുത്ത് പോകുമ്പോഴത്തേക്കും വണ്ടിയും പൊട്ടിച്ച് അവനെയും കൊന്ന്. എൻ്റെ മോനെ അവർക്ക് പ്രാന്തറാ. എൻ്റെ അളിയാ നമ്മുടെ ടീമേറ്റ് സത്യം പറഞ്ഞാൽ പ്രാന്ത് പിടിച്ചു എന്ന് തന്നെ പറയാൻ വേണ്ടി പറ്റും കേട്ടോ. ആ വണ്ടി എടുത്ത് 100-110 സ്പീഡിൽ പൊക്കോണ്ടിരിക്കുന്നവൻ്റെ വണ്ടിയും തല്ലി പൊട്ടിച്ചിട്ട് നീ എങ്ങോട്ടും പോകണ്ടാ, നീ അവിടെ നില്ല എന്നും പറഞ്ഞിട്ടുണ്ടല്ലോ. അവനെ അങ്ങ് അടിച്ച് കൊന്ന് കിട്ടിലും പോലെ കില്ലൊക്കെ അമ്മ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഈ ഒരു മാച്ചിൽ എൻ്റെ 7ാമത്തെ കില്ല് അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. വേറെ ലെവൽ. അതിനുശേഷം കേസ് മുമ്പോട്ട് പോകുന്ന സമയത്ത് പീനട്ടാണെങ്കിൽ കേട്ടല്ലോ വെസ്റ്റ് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വെസ്റ്റ് അപ്ഗ്രേഡർ അല്ലേ നിന്നിട്ട് ലെവൽ 5 വെസ്റ്റ് കിട്ടുന്നത്. സോ അതിനകത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ കിടിലം പോലത്തെ വെസ്റ്റും ഹെൽമെറ്റ് കിട്ടും ഫ്രീ ആയിട്ട് കിട്ടുന്നില്ല, വെറുതെ കളയണ്ടല്ലോ പറഞ്ഞിട്ട് നേരെ പോയിട്ട് കേസ് അത് നൈസായിട്ട് ലൂട്ടാൻ വേണ്ടി പോകുന്നുണ്ട്. ലൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു പെട്ടിയും കൂടി അവിടെ ഇട്ടുണ്ട്. കാര്യം ഇൻ കേസ് ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രോപ്പർ
കവർ എടുക്കാലോ എന്ന് വിചാരിച്ചാണ് ആ പെട്ടിയും കൂടി അവിടെ ഇട്ടുണ്ടായിരുന്നത് കേട്ടോ. എന്തായാലും പൊട്ടിച്ച് ആ ഒരു തൂണൊക്കെ നൈസായിട്ട് പൊട്ടിക്കുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ഇതില്ല കേസ് അത് പെട്ടെന്ന് കൂടുന്നുണ്ടായിരുന്നു. ആ ഒരു എന്താണ് ഗ്രാഫ് അത് കൂടുന്ന സമയത്ത് തന്നെ തൊട്ട് മേളിലുണ്ടല്ലോ ആ ഒരു പീക്കിന് മണ്ടയ്ക്ക് ഒരു എനിമിയും കൂടെ കേസ് നൈസായിട്ട് നമ്മളൊന്നങ്ങ് അടിക്കാന്ന് വിചാരിച്ചു കേട്ടോ. അവന് നല്ല കിടുക്കം പോലത്തെ ഒരു ഹെഡ് ഷോട്ടാണ് SKS വെച്ച് കൊടുത്ത് അവനെ റിവൈവ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല, നിനക്ക് പറ്റത്തില്ല, റിവൈവ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം എന്താണ് കേസ്, ഞാൻ റാഫേലിന്റെ പവർ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ആ ഒരു സ്കില്ലുള്ളത് കൊണ്ട് ആ കാട്ടുവാഴയ്ക്ക് നൈസായിട്ട് കേസ് നമ്മളെ അടിക്കാം, നമ്മുടെ ഒരു കില്ല് റിവൈവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. എന്തായാലും എൻ്റെ നോക്കുന്ന സമയത്ത് ആ ഒരു ലോഞ്ച് പാഡ് ഇരിപ്പുണ്ട്, നൈസ് ഉണ്ടല്ലോ. ആ മേളിലേക്ക് തന്നെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം ഈ ഒരു സോ നമുക്ക് നൈസായിട്ട് കേസ് ഇതിൻ്റെ മണ്ടയ്ക്ക് നിന്ന് കളിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടല്ലോ. ഞാൻ നേരെ ലോഞ്ച് പാഡ് വെച്ച് അതിനെ മണ്ടയ്ക്ക് കയറി നോക്കുന്ന സമയത്ത് എൻ്റെ മോനെ എവിടെ എനിമി എവിടെ ആരും ഇല്ലേ. ഏറെ കേസ് സരസ് ഇറങ്ങിയിട്ടുണ്ടല്ലോ, അവനെ അങ്ങ് അടിച്ച് ഉറക്കിയിട്ടുണ്ടായിരുന്നു. ഈ കാട്ടുപാടേൻ്റെ കയ്യിൽ SKS അവൈക്ക് ചെയ്തതായിരുന്നു കേട്ടോ. എന്തായാലും 8 കില്ല് സെറ്റ് ആയതല്ലേ. താഴേക്ക് നോക്കുന്ന സമയത്ത് ഒരു സ്കോഡ് കേസ് കിടിലും പോലത്തെ ഒരു ഫൈറ്റ് കൊടുത്താൽ നമ്മുടെ ടീംമേറ്റ് ആണെങ്കിൽ പീനട്ടാണെങ്കിലോ അവിടെയാണെങ്കിൽ ഒരു ഇതും കൂടി ഉണ്ടായിരുന്നു, അതായത് ഡേഞ്ചറും കൂടി ഇട്ടുണ്ടായിരുന്നു വേറെ ലെവൽ. അതൊക്കെ കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്ന സ്കോഡ് വേണം ഗൈസ്, മനസ്സിലായില്ലേ. അതായത് ഓരോ ആൾക്കാരും ഓരോരോ ലോഡൗട്ട് വെക്കുന്ന സമയത്ത് അതിൻ്റെ യൂസേജ് നൈസായിട്ട് സെറ്റാക്കി അതേപോലെ തന്നെ ഗൈസ് കറക്റ്റായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ കിടിലം പോലത്തെ ഒരു ഗെയിമിലേക്ക് കിടിലം പോലത്തെ ഒരു മാച്ച് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുവരെ താഴെയുള്ള ആൾക്കാരെ കേസ് കിടിലം പോലത്തെ ഡാമേജും കൊടുത്ത് SKS വെച്ചെങ്കിൽ സത്യം പറഞ്ഞാൽ അവർക്ക് വേറെ ഒന്നും ചെയ്യാനില്ല, ചത്തൊളുക അത് മാത്രമേ ചെയ്യാനുള്ളൂ കേട്ടോ. നമ്മൾ ലോങ് റേഞ്ച് കളിക്കുന്ന സമയത്ത് തന്നെ ഷോർട്ട് റേഞ്ച് ഒരാളും കൂടെ കളിക്കുന്നുണ്ട്. ഇപ്പോൾ ഷോർട്ട് റേഞ്ച് കളിക്കുന്ന പീനട്ടാണ്, അതേപോലെ ചേട്ടനും കൂടെ താഴേക്ക് ഇറക്കിയിട്ടുണ്ട്. ഞാനും സരസു മാത്രമാണ് ഇപ്പോൾ ഓൾറെഡി ഈ റൂഫ് ടോപ്പിൽ നിൽക്കുന്നത് കേട്ടോ. ഈ റൂഫ് ടോപ്പിൽ നിന്ന് അത്യാവശ്യം ഗൈസ് സെറ്റായിട്ട് കില്ലൊക്കെ എടുക്കാൻ നോക്കുമ്പോഴത്തേക്കും ആ കോയിൻ്റെ സാധനം ഗൈസ് ഞാൻ ഇതിപ്പോൾ ശ്രദ്ധിച്ചു കേട്ടോ. ആ കോയിനൊക്കെ ഇട്ട് അത്യാവശ്യം കോയിനൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ മാത്രമല്ല നോക്കുമ്പോഴത്തേക്കും സരസുവിന് അവിടെ ഏതോ ഒരു കാട്ടുപാട് നൈസായിട്ട് കേസ് അടിച്ച് നോക്കെടുത്തു. ഞാൻ പോയിട്ട് ഒന്നും നോക്കിയില്ല, പെട്ടെന്ന് തന്നെ റിവൈവ് ആക്കിയിട്ട് സെറ്റാക്കി. എവിടെ എൻ്റെ സരസുവിന് അടിച്ചവൻ അവിടെ എന്നാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. സരസ് വന്ന ആംഗിളിലേക്ക് നോക്കിയിട്ടൊന്നും എനിക്ക് എനിമിനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഞാനാണെങ്കിൽ ട്രീറ്റ്മെൻ്റ് ഒക്കെ അടിച്ചു കൊടുത്തിട്ട് തൊട്ട് താഴേക്ക് നോക്കുന്ന സമയത്ത് സരസ് പറഞ്ഞു അവനാണെങ്കിൽ ആ കാട്ടുവാഴ എനിമിയാണെങ്കിൽ ആ താഴത്തെ പാറയല്ലേ കേസ് അതിൻ്റെ സൈഡിലാണ് ഉള്ളത് കേട്ടോ. എന്തായാലും നോക്കുമ്പോഴത്തേക്കും ആ ഒരു സൈഡിൽ നിന്ന് നല്ല രീതിക്ക് തന്നെ കിടിലം പോലെ അടി വന്നു. എൻ്റെ സരസുവിന് തൊട്ടവനെ വെറുതെ വിടാൻ പാടില്ലല്ലോ. അതുകൊണ്ട് SKS വെച്ചിട്ട് അവൻ്റെ ആ ഒരു ഗ്ലൂ വാളെ അടിച്ചടിച്ച് പൊട്ടിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് അവൻ മണ്ടയ്ക്ക് മറ്റേ സ്കാനറൊക്കെ ഇട്ടിട്ട് ആ ഒരു ഗ്ലൂ വാളിന് പവർ കിട്ടുന്നു. പിന്നെ കേസ് ഓടി രക്ഷപ്പെടാൻ വേണ്ടി നോക്കുന്നു കേട്ടോ. ഇൻവിസിബിൾ ക്യാരക്ടർ ഇട്ടിട്ട് എൻ്റെ മുമ്പിൽ നിന്ന് ഇവനല്ലാതെ വേറെ ആരെങ്കിലും ഓടി രക്ഷപ്പെടാൻ വേണ്ടി നോക്കുക കേസ്. അതിനെ സാധനം കരച്ച് കലക്കി കുടിച്ചവനാണ് ഞാൻ കേട്ടോ. അതുകൊണ്ട് അവനെയും കൂടെ അടിച്ച് കംപ്ലീറ്റ് ആക്കി ഈ ഒരു മാച്ച് 11 കില്ല് എടുത്തിട്ട് നൈസർ കേസ് ഞാൻ ഉണ്ടല്ലോ ആ ഒരു റൂഫ് ടോപ്പിൽ നിന്ന് പയ്യെ താഴെ ഇറങ്ങുന്നുണ്ട്. കാര്യം ഇനി മേളിൽ നിന്ന് കഴിഞ്ഞാൽ സോൺ പെടും, ഉറപ്പായിട്ടും പെടും. അവസാന സോണിലൊരു എഡ്ജ് നിൽക്കുന്ന സമയത്ത് ചാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഇറങ്ങുന്ന സമയത്ത് കിട്ടുന്ന അടി ഉണ്ടല്ലോ മൊത്തം കൊള്ളേണ്ടി വരും കേട്ടോ. താഴേക്ക് നോക്കുന്ന സമയത്ത് എൽ ഷേപ്പിന് അവിടെ കിടിലമ്പൊരു സ്കോഡ് തന്നെ ക്യാമ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരുത്തനെ വണ്ടിയൊക്കെ എടുത്ത് സിജോച്ചേട്ടൻ്റെ വഴിയിലേക്ക് പോകുന്നുണ്ട്. വിക്കർ സിജോച്ചേട്ടൻ അവനെ തിന്നും ഉറപ്പാണ് കേട്ടോ. എന്തായാലും താഴേക്ക് നോക്കുന്ന സമയത്ത് കേസ് ഗ്ലൂ വാളൊക്കെ ഇട്ടിട്ട് അമ്മമാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓളിലും ചാടിലൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. സോ കറക്റ്റായിട്ട് കവറൊക്കെ എടുത്ത് നിൽക്കുന്നുണ്ട്. നമ്മളൊന്നും നോക്കുന്നില്ല, ഒരു സ്കോഡ് മൊത്തം താഴെയുള്ള വീടിനെ അങ്ങ് പൊതിഞ്ഞ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊന്നും ചെയ്യാനില്ല, എന്നെ എങ്ങ് ഒന്നോ എന്ന് പറഞ്ഞാൽ അവർക്ക് നിൽക്കൽ മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. സോ എന്തായാലും കേസ് ലാസ്റ്റ് ഓൺ ആയതുകൊണ്ട് ഇനിയൊരു മിസ്റ്റേക്ക് വരാൻ വേണ്ടി പാടില്ല എന്ന് പറഞ്ഞ് നൈസായിട്ട് കേസ് കൂടുതലുള്ള ആൾക്കാരുടെ സേഫ്റ്റിയും അതേപോലെ കേസ് ബാക്കിയുള്ള എനിമി എവിടെയാണെന്ന് കൂടെ നോക്കിയിട്ട് പയ്യെ മാത്രമേ ഞാൻ കളിക്കുന്നുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഓൾറെഡി അറിയാലോ കേസ്, അതായത് നമ്മൾ എല്ലാ മാച്ചിൻ്റെ അവസാനം ഉണ്ടല്ലോ ഇങ്ങനെ കൊണ്ട കളയും കേസ്. അതായത് കിട്ടുന്ന പോലത്തെ മാച്ചും കിട്ടുന്ന പോലത്തെ കില്ലും നല്ല രീതിക്ക് തന്നെ ഫോമായി നിൽക്കുമായിരിക്കും. പക്ഷേ കേസ് അവസാന സോണിൽ കൊണ്ടുപോയിട്ടുണ്ടല്ലോ നമ്മൾ കല ഉടക്കുന്ന പരിപാടിയില്ല. ഞാൻ പലവട്ടം ചെയ്യലുണ്ട്, പലവട്ടം ഞാൻ പറയലും ഉണ്ടായിരുന്നു. സോ എന്തായാലും ഈ ഒരു മാച്ചിനകത്ത് അങ്ങനെ ആകാൻ വേണ്ടി പല എനിക്ക് നല്ല ഉറപ്പായിരുന്നു. അതുകൊണ്ട് നൈസായിട്ട് കേസ് നമ്മുടെ ടീമിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുക വിചാരിച്ച് കില്ലിന് വേണ്ടി ഒന്നും ഫോക്കസ് ചെയ്യുന്നില്ല. കൂടെയുള്ള ടീമേറ്റ്സിൻ്റെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണം. നമ്മുടെ പൊസിഷൻ കറക്റ്റ് പൊസിഷനാണ്, അതായത് നല്ല ഹൈറ്റ് അഡ്വാൻറ്റേജ് ഒക്കെ എടുത്തിട്ട് പീക്കിൻ്റെ ആ ഒരു മലയുടെ മണ്ടക്കാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ. എൻ്റെ ഒരു മാഗ് ആണെങ്കിലും SKS ആണെങ്കിലും രണ്ടും അപ്പും അടിച്ചിട്ടുണ്ടായിരുന്നു വേറെ ലെവൽ. താഴെ ആ ഒരു എൽ ഷേപ്പ് വീടിലെ കേസ് അവിടെയാണ് കേസ് എനിമീസ് എല്ലാം നിൽക്കുന്നത്. അമ്മയുടെ ഗ്ലൂ വാളൊക്കെ പൊട്ടിച്ചിട്ട് എല്ലാവരെയും കൂടെ സപ്പോർട്ട് ചെയ്ത് ആ ഗ്ലൂ വാളൊക്കെ പൊട്ടിച്ച് കൊടുത്ത് നൈസ് അടിക്കാൻ ഞാൻ നിൽക്കുന്നുണ്ട്. 14.7 റേറ്റിംഗും ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ബാക്കിയുള്ള എനിമീസ് നോക്കുന്ന സമയത്ത് കേസ് മൊത്തം 8 പേര് സ്റ്റിൽ അലയമാണ്. ഞങ്ങൾ 4 പേരും, ബാക്കിയുള്ള എനിമീസ് 4 പേരും, മൊത്തം കേസ് 4 എനിമി ഇനിയും കിടപ്പുണ്ട് കേട്ടോ. അവരെ ഓരോരുത്തരെയായിട്ട് നമുക്ക് വാരിപ്പറക്കി എടുക്കണം. അവർക്ക് സോണില്ല, സോണിൽ ഓൾറെഡി അവർ പെട്ടുപോയി. അവരുടെ വീട് സോണിൽ പെട്ട് കിടക്കുന്ന സമയത്ത് തമ്മിൽ അടിക്കുന്നു. അതിനിടയ്ക്ക് സരസു ഒരു കിലോ എടുക്കുന്നു, സരസു 2ാമത്തെ കിലോ എടുക്കുന്നു, സരസു 3ാമത്തെ കിലോ. മോനെ വേറെ ലെവൽ കേട്ടോ, സരസ് OP. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ കിട്ടുമ്പോൾ വേറെ ലെവൽ വീഡിയോ ആണ്.